എന്തായാലും Good evening. സാർ ഓക്കെ അല്ലേ? Yes, Didi. Good evening. യെസ് സാർ, ഗുഡ് ഈവനിങ്. താങ്ക് യു. അപ്പോ കൃത്യസമയത്ത് തന്നെ നമ്മുടെ പ്രോഗ്രാമിൽ എത്തിയിട്ടുള്ള നിങ്ങൾ എല്ലാവരെയും ഞാൻ ഹാർദവമായി വെൽക്കം ചെയ്യാണ്. മൈ നെയിം ദീനദയാളൻ വൈക്കം. എല്ലാ ദിവസങ്ങളും നമുക്ക് കൃത്യമായിട്ടുള്ള ഈ ഹെൽത്ത് അവയർനെസ് ഫ്രീ സെമിനാറിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ഹാർദവമായിട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് ഒരു മിനിറ്റ് നമ്മൾ വിശ്വസിക്കണ ഈശ്വരനെ ഒരു മിനിറ്റ് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രോഗ്രാമിലേക്ക് കിടക്കാം. പ്ലീസ് ഓൺ. താങ്ക് യു ആൾ. എന്തായാലും നമ്മുടെ സ്വന്തം ശരീരത്തിനെ കുറിച്ചുള്ള അല്ലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയാലും നമ്മൾ നമ്മുടെ കാര്യത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പറ്റുക, നമ്മൾ അതിനെക്കുറിച്ച് ഈ സംസാരിക്കുന്നത് വ്യക്തമായിട്ടിരുന്ന് കേൾക്കാനുള്ള ആ ഒരു ഭാഗ്യമുള്ള വ്യക്തികളാണ് നമ്മൾ ഈ ഒരു 9 മണി സമയത്ത് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോ ഇത്ര ദിവസങ്ങളായിട്ട് നമ്മുടെ ഓക്സിജനോ നമ്മൾ ഓക്സി വെൽനസ് സ്റ്റേറ്റ്മെന്റിലെ നമുക്ക് ഒരു അസുഖത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ വെച്ചുകൊണ്ട് നമുക്ക് ആ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ സംസാരിക്കുന്നത് ആയുർ ഇംജൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ്. അപ്പോ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ മേടിച്ചവരായിരിക്കാം, ഇല്ല ഒരു വ്യക്തിക്ക് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യാൻ തയ്യാറായിട്ടിരിക്കാം. ഇപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ അറിവിൽ വരുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ ഈ പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം ഇന്ന് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇനി വരുന്നുള്ള ദിവസങ്ങളിലെല്ലാം അങ്ങനെയായിരിക്കും നമ്മൾ ഇവിടെ പ്രോഗ്രാമുകൾ ഡിസ്കസ് ചെയ്യണത് നിങ്ങളുടെ ഒപ്പം. അപ്പോ നമ്മൾ കൊടുക്കണ ഈ പ്രൊഡക്റ്റുകൾ ഒരു ഭക്ഷണമാണ് അല്ലെ. ഈ ഭക്ഷണം എപ്പോഴും അസുഖത്തിനെ ബേസ് ചെയ്തോ അസുഖം വന്നവർക്ക് മാത്രം യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല. നമുക്കൊരിക്കലും അസുഖം വരാതെ ജീവിതത്തിൽ ഹെൽത്ത് ആയിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു ആരോഗ്യം നൽകാനുള്ള ഒരു നല്ല ഒരു ഫുഡിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ഫുഡ് എന്ന് പറയുമ്പോൾ ഇതിലെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ഉണ്ട്. അപ്പൊ അതിലെ ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഈ ആയുർ ഇംജൻ എന്നുള്ള പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം, ഇത് ഏത് പ്രശ്നങ്ങൾ ഉള്ളവർ പരിഹരിക്കാനായിട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് യൂസ് ചെയ്യാം, നമുക്ക് എന്ത് പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ഈ പ്രൊഡക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കൊണ്ടിരിക്കുന്നവർക്ക് ഇതുകൊണ്ടുള്ള എന്ത് ഗുണങ്ങളാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്, എന്ത് ആൾക്കാരാണ് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പാടുള്ളതല്ല എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോ നിങ്ങളെ സംബന്ധിച്ച് അത് മാക്സിമം വ്യക്തികൾ വീഡിയോ ഓൺ ചെയ്തിരിക്കുക. വളരെ വ്യക്തമായിട്ട് നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ തയ്യാറാകുക. ചിലപ്പോ നമ്മൾ ഇപ്പൊ കേട്ട കാര്യങ്ങൾ ചിലപ്പോ നാളെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ വിട്ടുപോകുന്നതായിരിക്കും. അതുകൊണ്ട് മസ്റ്റായിട്ട് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇതൊരു ഫസ്റ്റ് പ്രോഗ്രാം ആയിട്ട് എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും നാൾ കടന്നു വന്ന പ്രോഗ്രാം ആയിട്ടാണ് 2-3 മിനിറ്റ് കൂടുതൽ എടുത്തത്. അപ്പോ ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ട് ഇത് ഫോളോ അപ്പ് ചെയ്യാൻ തയ്യാറാകുക. അപ്പൊ ഇന്നത്തെ ഈ പ്രോഗ്രാമിനെ നമുക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് വരുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആയുർവേദമായിട്ടുള്ള ഈ ഒരു എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ ഓക്സിജനോ ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ നമ്മുടെ കമ്പനി തന്നെ വളരെ വ്യക്തമായിട്ട് ഈ പ്രൊഡക്റ്റിന്റെ നോളേജും അതുപോലെ തന്നെ നമ്മുടെ ഒരു അഡ്വൈസറി ബോർഡ് മെമ്പറും കൂടിയായ നമ്മുടെ മുഹമ്മദ് സിദ്ദിഖ് സാറാണ്. അപ്പോ നമ്മൾ സമയം താഴ്ത്താതെ തന്നെ നമ്മൾ ആ ഒരു വേദിയിലേക്ക് നമുക്ക് സാറിനെ ഇൻവൈറ്റ് ചെയ്യാം. അപ്പോ പ്ലീസ് വെൽക്കം മുഹമ്മദ് സിദ്ദിഖ് സാർ, പ്ലീസ്. താങ്ക് യു Didi. താങ്ക് യു വെരി മച്ച്. എന്റെ ശബ്ദം ക്ലിയർ ആണോ? ഓക്കെ സാർ, ഓക്കെ. ഓക്കെ, താങ്ക് യു. സോ വെൽക്കം ഓൾ ഓഫ് യു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കലിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായിട്ട്
ഓരോ ഹെൽത്ത് കണ്ടീഷൻസിനെ കുറിച്ച് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നടന്നുകൊണ്ടിരുന്നത്. ഇനി അങ്ങോട്ട് നമുക്കൊരു പുതിയ സീരീസിന്റെ ഓപ്പണിംഗ് ആണ്. ഇന്ന് അതിന്റെ ഓപ്പണിംഗ് പ്രോഗ്രാമാണ്. നമ്മുടെ കയ്യിൽ ധാരാളം ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെന്റിലുള്ള സപ്ലിമെന്റ്സ് ഉണ്ട്, അതല്ലാതെയുള്ള സപ്ലിമെന്റ്സ് ഉണ്ട്. ഈ പറയുന്ന ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ നമ്മുടെ ആരോഗ്യത്തിനെ എങ്ങനെ സഹായിക്കും, അതല്ലെങ്കിൽ നമുക്കൊരു രോഗം വരാതിരിക്കാൻ അതെങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യും, ഇതെല്ലാം നമ്മുടെ ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന മാറ്റങ്ങൾ പോലെ തന്നെ നല്ല ഭക്ഷണമാണ് നല്ല ശരീരം ഉണ്ടാക്കുന്നത് എന്നത് കൊണ്ട് തന്നെ നല്ല ഫുഡ് സപ്ലിമെന്റുകളിലേക്ക് നമ്മൾ അതിനെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എല്ലാവർക്കും അറിയാം. കാരണം നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ എല്ലാ സാധനങ്ങളും കൃത്രിമമായി ഉണ്ടാക്കി വരുന്നതാണ്. ഒന്നും തന്നെ നാച്ചുറലായി കിട്ടാൻ സാധ്യത കുറഞ്ഞു വന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഇനി കിട്ടിയാൽ തന്നെ അത് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് അതിന്റെ നാച്ചുറാലിറ്റി ഒക്കെ നഷ്ടപ്പെടുത്തി അതല്ലെങ്കിൽ തന്നെ പാക്കറ്റുകളിലാക്കി വന്ന് പ്രിസർവേറ്റീവ്സും അഡിക്റ്റീവ്സും കളറിങ്സും അതല്ലെങ്കിൽ എസൻസുകൾ ഉപയോഗിക്കുന്ന കാലഘട്ടം. ഒന്നും ഒറിജിനൽ അല്ലാത്ത ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ മനുഷ്യന്റെ ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കലുകളും അതുപോലുള്ള രാസപദാർത്ഥങ്ങളും നമ്മുടെ ശരീരത്തിലേക്ക് ഒരളവിൽ കൂടുതൽ ചെന്നാൽ കുറെയൊക്കെ ശരീരം എന്ത് ചെയ്യും, അതിനെ പുറന്തള്ളാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തും. എന്നാൽ സിന്തറ്റിക് ആയിട്ടുള്ള രാസപദാർത്ഥങ്ങളോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതലായി കടന്നു വന്നാൽ സ്വാഭാവികമായും ശരീരത്തിന് ഒരു പരിധിയിൽ കൂടുതൽ അതിനെ പുറന്തള്ളാനോ ഒക്കെ സാധിക്കാത്ത അവസ്ഥയിൽ ഇതെല്ലാം ശരീരത്തിൽ ഡെപ്പോസിറ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നാൽ സ്വാഭാവികമായും നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ മോശമാകും. നമുക്ക് ഇന്ന് ഭക്ഷണത്തിൽ നിന്ന് കിട്ടേണ്ട ന്യൂട്രീഷ്യൻസ് കൃത്യമായ അളവിൽ നമുക്ക് കിട്ടാത്ത ഒരു സാഹചര്യം, അതോടൊപ്പം തന്നെ മോശമായ സാധനങ്ങൾ കിട്ടുന്നു, മോശമായ വായു, മോശമായ വെള്ളം, ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇനിയിപ്പോ എല്ലാവരും വാട്ടർ ബോട്ടിലുകളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടെയും സ്വാഭാവികമായി നമുക്ക് ശുദ്ധജലം നോർമൽ വാട്ടർ കിട്ടുന്നതിന് പകരം മിനറൽ വാട്ടർ എന്നുള്ള പേരിലാണ് പലതും പാക്കേജ്ഡ് ഡ്രിങ്കിങ് വാട്ടർ എന്നായിരിക്കും അതും എഴുതിയിട്ടുണ്ടാവുക. മിനറൽസ് ഒന്നും അതിനകത്ത് ഉണ്ടാവില്ല. കാരണം ബോട്ടിലെടുത്ത് വായിച്ചാൽ നമ്മളിപ്പോ ഒരു ബോട്ടിൽ മിനറൽ വാട്ടർ നോക്കട്ടെ എന്നാണ് എല്ലാവരും ചിലപ്പോൾ കടയിൽ ചെന്നിട്ട് ചോദിക്കുക. പക്ഷെ അതൊക്കെ നോർമൽ പാക്കേജ്ഡ് ഡ്രിങ്കിങ് വാട്ടർ എന്ന സെഗ്മെന്റിലാണ് ഇതൊക്കെ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. ഹെൽത്ത് കണ്ടീഷൻസ് വളരെയധികം മോശമായ ഒരു കാലാവസ്ഥയിലാണ്, ഒരു സാഹചര്യത്തിലാണ് സമൂഹം ഉള്ളത്. അപ്പൊ ഇവിടെ സ്വാഭാവികമായും ഇതിനൊരു പരിഹാരം എന്നത് നല്ല ഭക്ഷണത്തിലേക്ക് നമ്മൾ തിരിച്ചു വരിക. അന്നം സമം ഔഷധം. നല്ല ആഹാരം കൊണ്ടാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ നല്ല ഭക്ഷണത്തിൽ നിന്നും നമുക്ക് കിട്ടേണ്ട പോഷകങ്ങൾ കൃത്യമായി നമ്മുടെ ശരീരത്തിന് കിട്ടിയാൽ ശരീരത്തിന് അറിയാം. ഇപ്പൊ നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമ്മൾ ചോദിക്കുന്നത് ഒരു ഡോക്ടറുടെ അടുത്താണ്, അതല്ലെങ്കിൽ ഒരു വിദഗ്ധനായ വ്യക്തിയുടെ അടുത്താണ്. അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയാവുന്ന ഒരാളുമായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. എന്റെ പ്രശ്നം എന്താണ്? സ്വാഭാവികമായും അദ്ദേഹം പറയുന്നതിനേക്കാൾ കൂടുതൽ ഏറ്റവും നല്ല ഡോക്ടർ അതല്ലെങ്കിൽ ഏറ്റവും നല്ല ഡയഗ്നോസർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം തന്നെയാണ്. കാരണം നമ്മുടെ ശരീരത്തിന് എന്താണ് കുറവ് എന്ന് അറിയുന്നത് നമ്മുടെ ശരീരത്തിനേക്കാൾ കൂടുതൽ മറ്റൊരാൾക്ക് അറിയാനുള്ള സാധ്യതയില്ല. അതുകൊണ്ടാണ് പലപ്പോഴും പല കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കണ്ടെത്താൻ തന്നെ ഒരുപാട് സമയം എടുക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ കണ്ടെത്താതെ പോകുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. അപ്പൊ ശരീരത്തിന് കൃത്യമായി അറിയാം എന്താണ് നമുക്ക് വേണ്ടത്, എന്തിനാണ് പുറന്തള്ളേണ്ടത്, എന്താണ് കുറവുള്ളത്, ഇതൊക്കെ കൃത്യമായി അറിയുന്ന ഡോക്ടറാണ് നമ്മുടെ ശരീരം. അപ്പൊ അതിന് കൊടുക്കേണ്ട ഫ്യുവൽ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് അനുസരിച്ചിട്ടുള്ള വെള്ളം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവണം. അതനുസരിച്ചിട്ടുള്ള ന്യൂട്രീഷ്യൻസും മിനറൽസും പ്രോട്ടീൻസും വിറ്റാമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൃത്യമായി നമ്മുടെ ഫുഡിൽ ഉണ്ടായാൽ ശരീരം തന്നെയാണ് ഏറ്റവും നല്ല ഡോക്ടറായിട്ട് പ്രവർത്തിക്കുക. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കലിന്റെ പ്രോഡക്ട്സുകളിൽ വളരെ പ്രോഡക്റ്റുകളിൽ ഒന്നായ ഇംജൻ എന്ന് പറയുന്ന ആയുർ ഇംജൻ എന്ന് പറയുന്ന പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അപ്പൊ എല്ലാവരും പരമാവധി കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതിന്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് പറയും, അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ച് പറയും. അതോടൊപ്പം തന്നെ
ഈ ഉൽപ്പന്നവും നമ്മുടെ മറ്റു ന്യൂട്രാസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളും ചേർത്ത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഹെൽത്ത് ബെനിഫിറ്റ് കൂടെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യും. സോ അപ്പൊ എല്ലാവരും ഒരു പേനയും പേപ്പറും ഒക്കെ ഉണ്ടെങ്കിൽ എടുത്തു വെച്ചാൽ ആ കോമ്പിനേഷൻസ് ഒക്കെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. അതനുസരിച്ച് നമ്മളുടെ ഓരോ കസ്റ്റമേഴ്സിനും ഈ ഉൽപ്പന്നങ്ങൾ നമുക്ക് റെക്കമെൻഡ് ചെയ്യാനും എളുപ്പമാണ്. അതല്ലെങ്കിൽ ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഈ രീതിയിലേക്ക് അവർ ഉപയോഗിക്കുന്നതിൻ്റെ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് ചെയ്യാൻ കൂടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോ ദിവസവും ഓരോ ഉൽപ്പന്നങ്ങളെ കുറിച്ചും അതിന്റെ ഉപയോഗ രീതികളെ കുറിച്ചും അതിന്റെ അതിലടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസുകളെ കുറിച്ചാണ് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രോഗ്രാം നടക്കാനിരിക്കുന്നത്. സോ അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇൻജനെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് നേരെ സ്ലൈഡുകളിലേക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങൾ സ്ലൈഡ് വെച്ച് ഞാൻ സംസാരിക്കും. സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ സർ. ഓക്കെ. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് അറിയാം. ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന സെഗ്മെന്റിൽ ഇന്ന് ധാരാളം ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അതിൽ 17 ഉൽപ്പന്നങ്ങൾക്കാണ് ന്യൂട്രാസ്യൂട്ടിക്കൽ ലൈസൻസ് ഉള്ളത്. അതിൽ 15 ഉൽപ്പന്നം നമ്മളിപ്പോൾ മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട്. അതുപോലെ ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെന്റിൽ അല്ലാതെയുമുള്ള ഫുഡ് സപ്ലിമെന്റുകൾ, ഹെൽത്ത് സപ്ലിമെന്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഏകദേശം 21ഓളം ഹെൽത്ത് സപ്ലിമെന്റ്സുകളാണ് സപ്ലിമെന്റ് കാറ്റഗറിയിൽ നമുക്ക് വരുന്നത്. ഇതിൽ ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന സെഗ്മെന്റ് നമുക്കറിയാം, ഡോക്ടർ ഇ സജീവ് കുമാറാണ് ഇതിന്റെ ഫോർമുലേഷൻ ഒക്കെ ചെയ്യുന്നത്. സജീവ് കുമാർ എത്നോ മെഡിസിൻ ശാസ്ത്രശാഖയിൽ PhD ഹോൾഡറാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം റിസർച്ച് സ്ഥാപനത്തിൽ ആയുർ ഇന്നോവേഷൻ ആൻഡ് ഹെറിറ്റേജ് അദ്ദേഹത്തിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫോർമുലേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അവിടെയാണ്. നമുക്കിത് കോയമ്പത്തൂരാണ് ഇതിന്റെ മാനുഫാക്ചറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കലിന്റെ ഫോർമുലേഷൻ ചെയ്യുന്നത് സജീവ് കുമാർ ആണെങ്കിലും ഇത് മാർക്കറ്റിലേക്ക് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഓക്സിജനോ ഇന്റർനാഷണൽ എന്ന മാർക്കറ്റിംഗ് കമ്പനിയാണ്. ബാംഗ്ലൂരിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഓക്സിജനോ ഇന്റർനാഷണൽ ബിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഇത് മാർക്കറ്റിലേക്ക് ഈ കോൺസെപ്റ്റിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. കാരണം ഇന്ന് ഒരുപാട് ആളുകൾക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അവർക്ക് ആ ആരോഗ്യ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ചിലപ്പോൾ ഒരുപക്ഷെ അവർ ഫാർമസ്യൂട്ടിക്കൽ മെഡിസിൻസുകൾ ഉപയോഗിക്കുന്ന ആളുകളായിരിക്കാം. എങ്കിൽ കൂടിയും അവർ അത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഈ ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെന്റിലെ പ്രോഡക്റ്റുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ്. മെഡിസിനൽ വാല്യൂ ഉള്ള ഫുഡ് സപ്ലിമെന്റ്, അതല്ലെങ്കിൽ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് സപ്ലിമെന്റുകൾക്ക് ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയാം. സാധാരണ രീതിയിൽ ഒത്തിരി കമ്പനികൾ ഫുഡ് സപ്ലിമെന്റുകൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഈ ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെന്റിലേക്ക് ഒരു ഉൽപ്പന്നം വരണമെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് കടമ്പകളുണ്ട്. അപ്പൊ നമ്മുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് FSSAI.gov.in, അതായത് ഗവൺമെന്റിന്റെ വെബ്സൈറ്റ് ആണ്. oxyshop.in എന്ന നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റിൽ നിങ്ങൾ ലീഗാലിറ്റിയിൽ കയറി അതിന്റെ ലൈസൻസുകൾ പരിശോധിച്ചാൽ അവിടെ ലൈസൻസ് നമ്പർ ലഭ്യമാണ്. ഈ ലൈസൻസ് നമ്പർ നമ്മൾ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ പോയി അവിടെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഈ ന്യൂട്രാസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളുടെ പേര്, ഇപ്പൊ ഞാനിന്ന് സംസാരിക്കുന്ന ആയുർ ഇൻജന്റെ ഒക്കെ പേര് നിങ്ങൾക്ക് ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെന്റിലേക്ക് വരാൻ കുറെ കടമ്പകളുണ്ട്. അതിന്റെ നാച്ചുറാലിറ്റി, അതുപോലെ തന്നെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അലൗ ചെയ്യുന്ന ഇൻഗ്രീഡിയന്റുകളായിരിക്കണം. അതിന്റെ ഓരോ ISO 2018 സർട്ടിഫിക്കേഷൻ വരുന്ന സപ്ലിമെന്റുകൾ,
അങ്ങനെ കുറെ കടമ്പകൾ കടന്നതിന് ശേഷമാണ് ഒരു ഒരു ഉൽപ്പന്നം ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെന്റിലേക്ക് വരുന്നത്. അപ്പം അതെല്ലാം അതിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഭാഗം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡോക്ടർ സജീവ് കുമാറാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇത് മാർക്കറ്റിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഓർഗനൈസേഷൻ ഓക്സിജൻ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അതുവഴി ധാരാളം ആളുകൾ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും ഇന്ന് അവരുടെ ആരോഗ്യത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയും ഒത്തിരി കാര്യങ്ങൾ അത്തരം റിസൾട്ടുകളെല്ലാം നമ്മളുടെ ഓരോ കസ്റ്റമേഴ്സുമായി ബന്ധപ്പെട്ട് സംസാരിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. ഇതിന്റെ ഓരോ ലൈസൻസുകൾ ഇപ്പൊ ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ലൈസൻസുകൾ നിങ്ങൾക്ക് വായിക്കാനൊന്നും സാധിക്കണമെന്നില്ല. എന്നാലും നമ്മളൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി നമ്മുടെ ലൈസൻസുകൾ ISO 22000-2018 ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് GMP സർട്ടിഫിക്കേഷൻ, അതുപോലെ തന്നെ ന്യൂട്രാസ്യൂട്ടിക്കൽ സർട്ടിഫിക്കേഷൻ, ഇതെല്ലാം നമുക്ക് വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിനകത്ത് തന്നെ QR കോഡ് ഉണ്ട്. ആ QR കോഡ് നിങ്ങൾ ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ച് അതല്ലെങ്കിൽ ഗൂഗിൾ ഉപയോഗിച്ച് നിങ്ങൾ സെർച്ച് ചെയ്താൽ ഗവൺമെന്റ് സൈറ്റിൽ തന്നെ ഇതിന്റെ എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്റ്റാർ പ്രോഡക്റ്റുകളിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണ് ആയുർ ഇംജൻ എന്ന് പറയുന്നത്. ഇത് ക്യാപ്സൂൾ ഫോമിൽ വരുന്നതാണ്. പ്ലാന്റ് ബേസ്ഡ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ അല്ലെങ്കിൽ ഇമ്മ്യൂൺ ബൂസ്റ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഒറ്റ വാക്കിൽ ഈ ഒരു ഉൽപ്പന്നത്തിന് പറയാം. പക്ഷേ ഇമ്മ്യൂൺ ബൂസ്റ്റർ എന്ന് പറഞ്ഞ് നിർത്താൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമല്ല. ഈ ഉൽപ്പന്നത്തിന് പ്രത്യേകതകളും ഒരുപാട് സാധാരണ രീതിയിൽ നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ മെഡിസിൻസ് എടുക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിനാണ് നമ്മളൊരു ഒരു മരുന്ന് ഉപയോഗിക്കുന്നതെങ്കിൽ ആ പെർട്ടിക്കുലർ കാര്യത്തിന് മാത്രമാണ് ആ മരുന്ന് ഉപയോഗം തരുന്നത്. അതുകൂടാതെ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ഉപകാരം കിട്ടുന്ന സമയത്ത് വേറൊരു ഉപദ്രവം ചിലപ്പോൾ ഉണ്ടായേക്കാം. അങ്ങനെയാണ് സൈഡ് എഫക്ട് എന്ന് പറയുന്നത്. എന്നാൽ നാച്ചുറൽ ആയിട്ടുള്ള ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെന്റിൽ അതല്ലെങ്കിൽ നാച്ചുറൽ ഫുഡ് സപ്ലിമെന്റുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇതിന്റെ ഒരു വിശേഷണം പറഞ്ഞിരിക്കുന്നത് പ്ലാന്റ് ബേസ്ഡ് ഇമ്മ്യൂൺ ബൂസ്റ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇത് നമുക്ക് ഇമ്മ്യൂണിറ്റി മാത്രം കൂട്ടിത്തരുന്ന ഉൽപ്പന്നം മാത്രമല്ല, ഇതിന് മറ്റു ഒരുപാട് ഉപകാരങ്ങളും ഉപയോഗങ്ങളും ഈ ഉൽപ്പന്നത്തിനുണ്ട്. ധാരാളം ഗുണങ്ങൾ നൽകുന്ന ഒരു ഉൽപ്പന്നമാണ് ആയുർ ഇമ്മ്യൂൻജൻ. ഒന്ന്, ഇത് നമുക്ക് നമ്മുടെ ശ്വാസകോശത്തിൽ പ്രത്യേകിച്ച് അണുബാധകളിൽ നിന്നെല്ലാം നമ്മുടെ ശ്വാസകോശത്തിൽ മൈക്രോബ്സ് എന്ന് പറയും, നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലേക്ക് കയറിക്കൂടാവുന്ന വൈറസുകൾ പോലുള്ള സൂക്ഷ്മാണുക്കളിൽ നിന്നെല്ലാം നമുക്ക് ഈ ഒരു ഉൽപ്പന്നം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും, നമ്മുടെ ശ്വാസകോശത്തിനെ പ്രൊട്ടക്ട് ചെയ്യും. അപ്പൊ നേരത്തെയൊക്കെ നമ്മൾ കണ്ടത് ഇവിടെ കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസ് വന്ന സമയത്ത് ധാരാളം ആളുകൾക്ക് ശ്വാസകോശത്തിലാണ് അതിനെ പ്രധാനമായും അത് ബാധിക്കുകയും ഒരുപാട് ആളുകൾ മരണമടഞ്ഞു പോയതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇത്തരം വൈറസ്, ഫംഗസ് അതുപോലുള്ള കാര്യങ്ങളെ പ്രതിരോധിക്കാനും അതിനെതിരെ പ്രവർത്തിക്കാനും ഒരു നല്ല ഇമ്മ്യൂൺ ബൂസ്റ്ററായിട്ട് പ്രവർത്തിക്കുന്ന ഉൽപ്പന്നമാണ് ആയുർ ഇമ്മ്യൂൻജൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് എക്സ്ട്രീം എനർജി, അതായത് നല്ല സ്റ്റാമിന നൽകാൻ കഴിയുന്ന ഒരു ഉൽപ്പന്നമാണ്. അതുകൂടാതെ നമ്മളുടെ ബോഡി ഗ്രോത്തിന്, എസ്പെഷ്യലി കുട്ടികളുടെ വളർച്ചയ്ക്ക് ഉപകരിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. ഇത് ആന്റി ഫംഗലാണ്, ആന്റി ബാക്ടീരിയൽ ആണ്, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. അപ്പോൾ ഫംഗസിനെ ചെറുക്കാൻ കഴിയും, ബാക്ടീരിയകളെ ചെറുക്കാൻ കഴിയും, ഫംഗസ് വൈറസ് പോലുള്ള കാര്യങ്ങളെ ചെറുക്കാൻ കഴിയും, അതുപോലെ തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനെ തടുക്കാൻ കഴിയും. ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. ഇത് ശരീരത്തിലെ നീർക്കെട്ടിന് എതിരെ പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു ഉൽപ്പന്നം കൂടിയാണ്. അതുകൂടാതെ ഇത് നമ്മുടെ ശരീരത്തിൽ വരുന്ന മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഉൽപ്പന്നമാണ്. അതായത് വൗൺസിനെയൊക്കെ ഫാസ്റ്റ് ആയിട്ട് ഹീൽ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഉൽപ്പന്നമാണ്. പിന്നെ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ട്രെസ്, അതുപോലെ തന്നെ ആങ്സൈറ്റി, ഉത്കണ്ഠ, അമിത പിരിമുറുക്കം പോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ, സ്വാഭാവികമായും ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നല്ല ഭക്ഷണം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ഇന്നത്തെ ഒരു ജോലി ഭാരവും അതല്ലെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിലൊക്കെ ഒരാൾ ജീവിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് സ്ട്രെസ്സുകൾ അനുഭവിക്കുന്ന ആളുകളാണ്. അത് കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും, നമ്മുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും, ജോലിയുമായി ബന്ധപ്പെട്ടതായിരിക്കാം.
ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് വരെയും നമുക്ക് ഇത്തരം ഉത്കണ്ഠകളും സ്ട്രെസ്സുകളൊക്കെ ഉണ്ടാകുന്ന കാലഘട്ടം. അപ്പൊ അതിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന നല്ല കപ്പാസിറ്റി ഉള്ള ഉൽപ്പന്നമാണ്. ഇനി അത് മാത്രമല്ല, ഇതൊരു നല്ല മൂഡ് എൻഹാൻസർ ഉൽപ്പന്നമാണ്. ബെസ്റ്റ് മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെപ്പോഴും ഒരു ഓഫ് മൂഡിൽ ഇരിക്കുന്ന ഒരു ആളാണെങ്കിൽ അദ്ദേഹത്തിന് ഇമ്മ്യൂൺ ജെൻ കൊടുത്താൽ, ആ ഒരു ഇമ്മ്യൂൺ ജെൻ അദ്ദേഹത്തിന് നമ്മൾ സപ്ലിമെന്റ് ആയി കൊടുത്താൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സ്ട്രെസ് ഒക്കെ കുറഞ്ഞ് ആൻസൈറ്റി ഒക്കെ കുറഞ്ഞ് അദ്ദേഹം നല്ല റിലാക്സ്ഡ് ആയിട്ട് നല്ല ബെസ്റ്റ് മൂഡോട് കൂടി ഇരിക്കുന്ന ആളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഇത് നല്ല ഊർജ്ജസ്വലമായിട്ട് നമ്മുടെ തീഷ്ണത, അതുപോലെ ചടുലത, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഉൽപ്പന്നമാണ്. പ്രത്യേകിച്ച് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് നാഡീനരമ്പുകളെയൊക്കെ നാഡീനരമ്പുകളുടെ പ്രവർത്തനങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്ലിമെന്റ് കൂടിയാണ് ആയുർവേദം. ഇത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിന്റെ മെറ്റബോളിക് ആക്ടിവിറ്റി, അതായത് മലയാളത്തിൽ പറഞ്ഞാൽ ഉപാപചയ പ്രവർത്തനം എന്ന് പറയും. ഈ മെറ്റബോളിസം കറക്റ്റ് അല്ലെങ്കിൽ സ്വാഭാവികമായും നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയും. അങ്ങനെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞാൽ നമ്മുടെ ഈ പറയുന്നത് പോലെ പുറത്തു നിന്നുള്ള ഫംഗസുകളും വൈറസുകളും, അതല്ലെങ്കിൽ നമ്മളിപ്പോൾ കോമൺ ടോയ്ലറ്റുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു പുറത്തുനിന്നുള്ള ഒരു മോശം ഫുഡ് കഴിച്ചാൽ ഫുഡ് പോയിസൺ പോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇമ്മ്യൂൺജൻ എന്ന് പറയുന്ന ഈ ഒരു ഉൽപ്പന്നം നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റീനെ കറക്റ്റ് ചെയ്ത് നിർത്തും, ബോഡി ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യും. അതുകൂടാതെ ബോണിന്റെ ഡെൻസിറ്റീനെ കറക്റ്റ് ചെയ്യുന്ന ഒരു ഉൽപ്പന്നം കൂടിയാണ്. നമ്മുടെ എല്ലുകളുടെ ബലത്തിനെ കറക്റ്റ് ചെയ്യുന്ന ഒരു ഉൽപ്പന്നം കൂടിയാണ്. അതുകൂടാതെ ഇമ്മ്യൂണോജനിന് മറ്റൊരു ഫംഗ്ഷനും കൂടിയുണ്ട്. അതായത് ഇന്ന് ഒത്തിരി ആളുകൾ സെക്ഷൽ ഫംഗ്ഷനുകൾ കറക്റ്റ് അല്ലാത്ത ഒരു കാലഘട്ടം, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സെക്ഷൽ ഫംഗ്ഷൻ ഒക്കെ കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു ബാലൻസ്ഡ് മൂഡ് വേണം. എപ്പോഴും ടെൻസ്ഡ് ആയിട്ട് സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ആളുകൾക്കൊന്നും പ്രോപ്പർ സെക്ഷൽ ഫംഗ്ഷൻ നടക്കാനുള്ള സാധ്യത കുറവാണ്. അതോടൊപ്പം തന്നെ ഇന്ന് പലർക്കും ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ട്. പ്രത്യേകിച്ച് ഡയബറ്റിക് പോലുള്ള പ്രശ്നങ്ങളുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ലൈംഗിക തീക്ഷ്ണതയൊക്കെ കുറയും. അവരുടെ അതല്ലെങ്കിൽ ചിലപ്പോൾ ഇറക്ടൽ ഡിസ്ഫങ്ഷൻ ഒക്കെ ഉണ്ടാവാം, ശീഘ്രസ്ഖലനം എന്ന് പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉള്ളതാണ്. അപ്പൊ ഇത്തരം സെക്ഷൽ സംബന്ധമായ പ്രോബ്ലംസിന് ഒരു നല്ലൊരു പരിഹാരമായിട്ടാണ് ആയുർ ഇമ്മ്യൂൺജൻ പ്രവർത്തിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഇറക്ഷനൊക്കെ ഉള്ള ആളുകൾ, ഈ തീക്ഷ്ണത കുറവ് അല്ലെങ്കിൽ താല്പര്യക്കുറവൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല ഒരു സപ്ലിമെന്റ് ആണ് ആയുർ ഇമ്മ്യൂൺജൻ എന്ന് പറയുന്നത്. അപ്പൊ എത്ര കാര്യങ്ങൾ ചെയ്തു, ഒറ്റ ഉൽപ്പന്നം തന്നെ. ഇത് എന്താണ്, ഇതിനകത്ത് ഒരുപാട് തരത്തിലുള്ള മൾട്ടി പ്ലാന്റ്സിന്റെ എക്സ്ട്രാക്ഷൻ, അതല്ലെങ്കിൽ ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് ഇതിനകത്ത് ഉള്ളത് കൊണ്ടാണ് ഇത്ര അധികം കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ അത് എന്തൊക്കെയാണെന്നുള്ളത് ഇതിൽ കൂടെ തന്നെ പറയാം. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാന്റ് ബേസ്ഡ് ഇമ്മ്യൂൺ ബൂസ്റ്റർ ആണ് ഇമ്മ്യൂൺജൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം പ്രൊട്ടക്ട് ചെയ്യും. അപ്പൊ സ്വാഭാവികമായും റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ആസ്മ, അലർജി പോലുള്ള ആളുകൾക്ക് ഇത്തരം ഇൻഫെക്ഷൻസ് കൊണ്ടൊക്കെയാണ് ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് അലർജി ഉണ്ടാവും. ആ അലർജി കൊണ്ടുണ്ടാകുന്ന ആസ്മ വരാം, അതല്ലെങ്കിൽ അതനുസരിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ വരാം. പിന്നെ ആന്റി ഫംഗൽ, ആന്റി വൈറൽ പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ, ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഇതിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കോമൺ ഫ്ലൂ, സ്നീസിങ്, അതുപോലെ തന്നെ കഫ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിജീവിക്കാനായിട്ട് ആയുർ ഇമ്മ്യൂണിന്റെ ബെസ്റ്റ് സപ്ലിമെന്റ് ആണ്. അപ്പൊ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ അവർ സ്കൂളിൽ പോയി വരുമ്പോഴത്തേക്കും ഏതെങ്കിലും കുട്ടിക്ക് ചെറിയ അണുബാധ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വൈറസോ ഫംഗസോ അവരെ പിടിപെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് നമ്മുടെ വീട്ടിലേക്ക് വരും. അപ്പൊ കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്ത് നിർത്താൻ സഹായിക്കുന്ന ഒരു സപ്ലിമെന്റ് കൂടിയാണ് ആയുർ ഇമ്മ്യൂൺജൻ. അപ്പൊ പ്രത്യേകിച്ച് അത്തരം ഫംഗസ്, വൈറസ് ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവനെ തടഞ്ഞു നിർത്തി അവർക്ക് ഇമ്മ്യൂണിറ്റി കൊടുത്ത് അതിനെ പുറന്തള്ളാനുള്ള കപ്പാസിറ്റി കാണിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. അപ്പൊ എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ വെറുതെ കുറെ പൈസ എവിടെയെങ്കിലുമൊക്കെ വെറുതെ ചെലവാക്കി കളയേണ്ടി വരുന്ന അവസ്ഥ നമുക്കൊരു
ഒരു ഇമ്മ്യൂണോജൻ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ, ഒരു ആയുർ ഇമ്മ്യൂജൻ നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് വേണമെങ്കിൽ അത് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ആ, നല്ല സ്റ്റാമിന തരുന്ന ഒരു ഉൽപ്പന്നമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ പ്രത്യേകിച്ചും അത്ലറ്റിക് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ സ്പോർട്സ് പീപ്പിൾ, ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾ, ആർക്കൊക്കെയാണോ കൂടുതൽ എനർജി, ആരോഗ്യമൊക്കെ വേണ്ടത്, അതല്ലെങ്കിൽ കൂടുതൽ ആ, കാര്യക്ഷമമായിരിക്കാനായിട്ട് ഒരു വൈറ്റാലിറ്റി ഒക്കെ ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആരൊക്കെയാണോ, അത്തരം ആളുകൾക്ക് കൂടെ ഉപയോഗിക്കാൻ കഴിയുന്ന സപ്ലിമെന്റ് ആണ് ആയുർവേദം. അപ്പൊ ഇതൊരു നിസ്സാര പ്രൊഡക്റ്റ് അല്ല. ഒരുപാട് കാര്യങ്ങൾ, മൾട്ടിപ്പിൾ ബെനിഫിറ്റ് തരുന്ന ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് ആയുർ ഇമ്മ്യൂണിറ്റി. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിൽ നമ്മൾ കേട്ടുപരിചയമുള്ള ഇൻഗ്രീഡിയൻസുകൾ തന്നെയാണ്, നമ്മൾ നമ്മൾ അത്യാവശ്യം നമുക്ക് അറിയുന്ന സാധനങ്ങൾ തന്നെയാണ്. പക്ഷെ അതിന്റെ ബയോ ആക്റ്റീവ് ഘടകങ്ങൾ എടുത്തിട്ടാണ് ഇതിന്റെ കോമ്പിനേഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ അതായത് ആടലോടകം, ആര്യവേപ്പിന്റെ ഇല, അശ്വഗന്ധ, ബാംബൂ ഷൂട്ട്, ഇരട്ടിമധുരം, ചുക്ക്, കുരുമുളക്, അതുപോലെ തന്നെ ഗാർലിക് തുടങ്ങിയിട്ടുള്ള 15ഓളം ഇൻഗ്രീഡിയന്റുകൾ, വാട്ടർ സ്പിനാച്ച്, പിന്നെ വള്ളി ഉഴിഞ്ഞാം, അങ്ങനെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള അഡമൻ ക്രീപ്പേഴ്സും, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്നതുമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കിച്ചണിലൊക്കെ കണ്ടുവരുന്നതുമായിട്ടുള്ള സ്പൈസിൽ പെടുന്നതും കളകളിലൊക്കെ പെടുന്നതുമായിട്ടുള്ള സസ്യങ്ങളാണ് ഇതിന്റെ ഇൻഗ്രീഡിയന്റുകളായിട്ട് വന്നിട്ടുള്ളത്. അതിന്റെ ബയോ ആക്റ്റീവ് ഘടകങ്ങളാണ് ഈ ഒരു സപ്ലിമെന്റ് ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഞാൻ ഈ പറഞ്ഞ ഉപയോഗങ്ങളെല്ലാം തരുന്നത്. അപ്പൊ ഉപയോഗങ്ങൾ മനസ്സിലാക്കി, അതിന്റെ ഇൻഗ്രീഡിയന്റ് മനസ്സിലാക്കി, ഇനി ഞാൻ ഈ പറഞ്ഞ ഗുണങ്ങൾ തരുന്നതോടൊപ്പം തന്നെ എന്തെല്ലാം കാര്യങ്ങൾക്ക് ഇതൊരു കോമ്പിനേഷൻ പ്രോസസ്സിൽ ഉപയോഗിക്കുകയാണെങ്കിൽ, ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ വൈറ്റാലിറ്റി, ഒരാൾ സ്ട്രെങ്തൻ ചെയ്യാൻ, ഒരാൾക്ക് ആങ്സൈറ്റി ഉണ്ടെങ്കിൽ, ഒരാൾക്ക് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ, സെക്ഷൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, ഒരാൾ വൈറ്റാലിറ്റി കൂട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അങ്ങനെ കുറെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പൊ ചിലപ്പോൾ ചില ആളുകൾക്ക് ചില തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒരാള് ഒരു ലിവർ ഹെൽത്ത്, അല്ലെങ്കിൽ ലിവറിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലം ഉള്ള ഒരാളാണ്, അദ്ദേഹം മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിൽ, ആ മെഡിസിനോടൊപ്പം തന്നെ നമുക്ക് ആയുർ ഇമ്മ്യൂൺ ജെന്നും ആയുർ ലിവ പിൽസും അശ്വഗന്ധയും ഡീമിക്സും ഒരു കോമ്പിനേഷൻ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, അവർക്ക് ഇനി എത്ര കാഠിന്യമുള്ള പ്രോബ്ലം ആണെങ്കിലും അവർക്ക് കൊടുത്തിരിക്കുന്ന മരുന്നുകളോടൊപ്പം തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സപ്ലിമെന്റ് ഉപയോഗിക്കേണ്ടത്. സപ്ലിമെന്റ് എന്ന് പറയുന്നത് അവർക്ക് കിട്ടേണ്ട നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ സപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അടിയന്തരമായി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തരാനാണ് ഫാർമസ്യൂട്ടിക്കൽ മെഡിസിൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ആയുർ ഇമ്മ്യൂൺ ജെന്നോ അതല്ലെങ്കിൽ ഇതിന്റെ ഒരു കോമ്പിനേഷൻ എടുക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ കഴിക്കുന്ന മരുന്നുകൾ സ്റ്റോപ്പ് ചെയ്ത് വെക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. അത് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ പാരലായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നല്ല ഫുഡ് സപ്ലിമെന്റ്, ന്യൂട്രാസ്യൂട്ടിക്കൽ സപ്ലിമെന്റ് അതിന്റെ പാരലായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് സ്വാഭാവികമായും നമുക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് റിവേഴ്സ് വരാനായിട്ട് സാധിക്കും. നമ്മളുടെ മെഡിക്കേഷൻ പതുക്കെ പതുക്കെ സ്റ്റോപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അത് നിങ്ങളുടെ ഡോക്ടർ തന്നെ നിങ്ങൾക്കത് പ്രിസ്ക്രൈബ് ചെയ്ത് തരികയും മരുന്നുകൾ കുറച്ച് തരികയും ഒക്കെ ചെയ്യും. അപ്പോൾ ഒരു ലിവറിന്റെ ആരോഗ്യം ആഗ്രഹിക്കുന്ന, ലിവറിന്റെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു മോശം കണ്ടീഷനിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ, ഇപ്പൊ ലിവർ സിറോസ് സ്റ്റേജിലേക്ക് എത്തി, അല്ലെങ്കിൽ ഫാറ്റി ലിവർ ആണ്, അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം വന്നുപോയ ആളുകളാണെങ്കിൽ, അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇമ്മ്യൂണോജെനും ലിവാപിൽസും അശ്വഗന്ധയും ഡീമിക്സും ഒരു കോമ്പിനേഷൻ ആയിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് റിസൾട്ട്, ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു നല്ല റിസൾട്ട് ഉണ്ടാവും. അതുപോലെ ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇപ്പൊ ക്യാൻസറിന് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആളുകളായിക്കോട്ടെ, അവർ കീമോ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവാം, ചിലപ്പോൾ മരുന്നുകൾ കഴിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഇനിയും അവർക്ക് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട് എന്ന് പേടിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, അല്ലെങ്കിൽ നമ്മളെ പോലുള്ള ആളുകൾക്കാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ വരില്ല എന്നൊന്നുമില്ലല്ലോ. സ്വാഭാവികമായും ആരുടെ ശരീരത്തിൽ വേണമെങ്കിലും ക്യാൻസർ സെല്ലുകൾ ഫോം ചെയ്ത് വരാം. അപ്പൊ അതിന് പറ്റിയ സാഹചര്യവും അതിന് പറ്റിയ കാലാവസ്ഥയും അതിന് പറ്റിയ ഫുഡ് സിസ്റ്റം ഒക്കെയാണ് മാർക്കറ്റിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ആരും ഇതിനകത്തു നിന്നൊന്നും ഒഴിവല്ല. അപ്പോ ഇനി വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ,
അപ്പൊ അദ്ദേഹം ഒരു വ്യക്തി ക്യാൻസർ രോഗിയാണെങ്കിൽ അവർ ചിലപ്പോൾ കീമോ ചെയ്യുന്നുണ്ടാവും, അവർക്ക് മെഡിക്കേഷൻ ഉണ്ടാവും, ഒക്കെ എടുത്തോട്ടെ. അവർ അതിനോടൊപ്പം തന്നെ ആയുർ ഇമ്മ്യൂൻജനും അതുപോലെ തന്നെ ഹീമോ പ്ലസും ലിവാപിൽസും ന്യൂട്രീൻ വിറ്റയും ഒരു പാരലായിട്ട് അവർ ന്യൂട്രീഷൻ സപ്ലിമെന്റ്സിന്റെ ഉപയോഗം കൂടെ അതിന്റെ കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് അവർക്ക് റിലീസ് കിട്ടുന്നതും അല്ലെങ്കിൽ റിലീഫ് കിട്ടുന്നതും അവർക്ക് റിവേഴ്സ് വരാൻ അതിൽ നിന്ന് റിവേഴ്സ് വരാൻ പറ്റുന്ന രീതിയിലുള്ള, കാരണം ഇതിനകത്ത് ആന്റി ഓക്സിഡന്റ് ഘടകം ഇതിനകത്ത് ധാരാളമുണ്ട്. ആന്റി ഓക്സിഡന്റ് ഘടകങ്ങൾ ഉള്ളതോടൊപ്പം തന്നെ ലിവാപിൽസ് ക്യാൻസർ സംബന്ധമായ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് നല്ലൊരു സപ്ലിമെന്റ് ആണ്. അതുകൂടാതെ ഹീമോ പ്ലസ് എന്ത് ചെയ്യും, അതിന്റെ ടോട്ടൽ ബ്ലഡ് കൗണ്ടിനെ കറക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് സഹായിക്കും. അതുപോലെ ന്യൂട്രീൻ വിറ്റ ക്യാൻസർ സെല്ലുകളുടെ ഗ്രോത്തുകളെ കൺട്രോൾ ചെയ്ത് നിർത്താനും നമുക്ക് ആവശ്യമായ ന്യൂട്രീഷണൽ ഘടകങ്ങൾ തരാനും ഒക്കെ സഹായിക്കും. അപ്പോൾ അത്തരം പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ ഈ ഒരു കോമ്പിനേഷനിൽ അത് ഉപയോഗിക്കും. ഇനി സ്റ്റാമിന എനർജിയൊക്കെ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അവരെന്ത് ചെയ്യും, ഇംജനും മാസ്റ്റർ ടീയും ന്യൂട്രീൻ വിറ്റയും കൂടെ ഒരു കോമ്പിനേഷൻ ആയിട്ട് ഉപയോഗിക്കും. നല്ല സ്റ്റാമിന വേണം, ഒരു ഹെൽത്തി മീൻസ് വർക്കൗട്ട് ചെയ്യുന്ന ആളുകളാണ്, അപ്പോൾ അവർക്ക് മസിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരണം, നല്ല സ്റ്റാമിന വേണം കൂടുതൽ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോ വർക്കൗട്ട് ഒക്കെ ചെയ്യുന്ന ആളുകൾ എങ്ങനെയാണ്, ഇപ്പൊ ഒരു 100 പുഷപ്പ് എടുക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 100 എന്ന് പറയുന്ന ലിമിറ്റിൽ നിന്ന് വീണ്ടും ഒരു 4 5 അവർ കൂടുതൽ എടുക്കുമ്പോഴാണ് അതിന്റെ ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത്. അല്ലാതെ 100 എടുക്കാൻ കഴിയുന്ന ആൾ 99 നിർത്തിക്കഴിഞ്ഞാൽ ഡെവലപ്മെന്റ്സ് എന്ന് പറയാൻ സാധിക്കില്ല. അപ്പൊ അവർക്ക് വേണ്ടത് എന്താണ്, ഹൈ എനർജിയാണ്, അതുപോലെ തന്നെ സ്റ്റാമിനയാണ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടത്. അപ്പൊ അത് വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ, അത്ലറ്റിക് ആയിട്ടുള്ള ആളുകളാണെങ്കിലും ഒക്കെ അവർക്ക് എന്ത് ചെയ്യാം, നാച്ചുറൽ റെമഡിയാണ് ഇഞ്ചനും മാസ്റ്റർ ടീയും ന്യൂട്രീൻ വിറ്റയും. അതൊരു കോമ്പിനേഷൻ ആയിട്ട് ഉപയോഗിക്കും. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെക്ഷൽ ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാർ, ഇറക്ടൽ ഡിസ്ഫങ്ഷൻ, അതുപോലെ തന്നെ ലിബിഡോ, ലൈംഗിക തീക്ഷ്ണതയില്ല അല്ലെങ്കിൽ താല്പര്യമില്ല, അങ്ങനെയൊക്കെയുള്ള ആളുകൾ, എനർജി കുറഞ്ഞ ആളുകൾ, അങ്ങനെയൊക്കെയുള്ള വ്യക്തികളാണെങ്കിൽ ഇമ്മ്യൂണോജനും മാസ്റ്റർ ടീയും, മാസ്റ്റർ ടീ ഉപയോഗിക്കുന്നത് ആണുങ്ങളായിരിക്കണം. അതുപോലെ തന്നെ ലേഡീസ് ആണെങ്കിൽ ആയുർ E2 ഉപയോഗിക്കാം. അതിനോടൊപ്പം അശ്വഗന്ധ. ഇത് നോർമൽ സെക്ഷൽ താല്പര്യമില്ലായ്മ, അതുപോലെ തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ കുറവ്, അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു കോമ്പിനേഷൻ പറയുന്നത്. ഇനി അതൊരു ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി, സ്ത്രീ പുരുഷ ബന്ധിത എന്ന് പറയുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ കോമ്പിനേഷനോടൊപ്പം തന്നെ ന്യൂട്രീൻ വിറ്റയും കൂടി കഴിക്കണം. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയും ഒരു പരിധി വരെയും ഇൻഫെർട്ടിലിറ്റിക്ക് വലിയ കാരണമാണെന്ന് പഠനങ്ങൾ പറയുന്നു. അപ്പം ഈ പറഞ്ഞ കോമ്പിനേഷനോടൊപ്പം തന്നെ നിങ്ങൾ ന്യൂട്രീൻ വിറ്റയും ഒരു കോമ്പിനേഷൻ ആയിട്ട് ഉപയോഗിക്കേണ്ടതാണ്. ഇനി ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അലർജിക് ആയിട്ടുള്ള ആളുകൾ പണ്ട് കാലങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതലാണ്. എവിടെ തൊട്ടാലും അലർജി ആയിട്ടുള്ള ആളുകളാണ്. ചില ആളുകൾക്ക് വെള്ളം അലർജി, ചില ആളുകൾക്ക് പാൽ അലർജി, ചില ആളുകൾക്ക് ഡസ്റ്റ് അലർജി, അങ്ങനെ എന്തെന്നും വേണ്ട, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള അലർജികൾ. എന്താണ് അലർജി എന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ള ആളുകളുണ്ട്. നമുക്ക് എന്താണ് അലർജി എന്ന് മനസ്സിലാവാതെ കുറെ കാലങ്ങളായി പലതും ഒക്കെ പരീക്ഷിച്ച് നോക്കുന്ന ആളുകൾ ഉണ്ടാവും. സോ അപ്പോ അലർജി അത്തരം അവസ്ഥകളിൽ നിന്നൊക്കെ അതിനൊക്കെ ഒരു പ്രിവെൻഷൻ ആയിട്ട്, അതല്ല അത്തരം അവസ്ഥയ്ക്ക് ഒരു പ്രിവെൻഷൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള സപ്ലിമെന്റ്. ഇപ്പോ അലർജി തന്നെ ആസ്മാറ്റിക് കണ്ടീഷനിലോട്ടൊക്കെ വന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇമ്മ്യൂൺജൻ, ഹീമോ പ്ലസ്, അതുപോലെ തന്നെ കരിഞ്ജീരകം, ഇതൊരു കോമ്പിനേഷൻ ആയിട്ട് ഉപയോഗിക്കാം. ഇനി യൂറിനറി ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഇഞ്ചനൊപ്പം യൂക്കോമിക്സും, സ്ത്രീകളാണെങ്കിൽ E2 പുരുഷനാണെങ്കിൽ മാസ്റ്റർ ടീയും ഡി മിക്സും ഒരു കോമ്പിനേഷൻ ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ കുട്ടികളുടെ ഗ്രോത്ത്, അവരുടെ വളർച്ച, അവരുടെ ഒരു വൈജ്ഞാനികമായ കഴിവൊക്കെ വളർത്തിയെടുക്കാൻ, പഠിക്കാനൊക്കെ ഉള്ള ഒരു 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 ഉഷാറൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ, അവരുടെ എന്താണ് ബോണിന്റെ ഡെൻസിറ്റി, അവരുടെ ശരീര വളർച്ചയൊക്കെ ശരിയാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഇഞ്ചൻ, ആയുർ ബ്രഹ്മി വിറ്റ, ന്യൂട്രീൻ വിറ്റ, ഇതൊരു കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കാം. ഇനിയും കുറച്ചുകൂടെ ഈ പറഞ്ഞ പോലെ വികൃതി പിടിച്ച കുട്ടികളാണെന്ന് വിചാരിക്കും, ഹൈപ്പർ ആക്ടിവിറ്റീസ്, അതല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ബുദ്ധി കുറഞ്ഞ ആളുകളാണെങ്കിൽ നമുക്ക് അവിടെ ബ്രഹ്മി വിറ്റയും അതുപോലെ തന്നെ ആയുർമൗദ് ഇമ്മ്യൂൺ ജെന്നും ഒരു കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം,
കൊടുക്കാനായിട്ട് സാധിക്കും. സോ അങ്ങനെ ഓരോരുത്തരുടെ ഹെൽത്ത് കണ്ടീഷൻസ് അനുസരിച്ച് ഇൻജെന്നും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ഉൽപ്പന്നങ്ങളും കോമ്പിനേഷൻസിൽ ഉപയോഗിക്കുന്ന സമയത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ എനിക്ക് നേരിട്ടറിയാവുന്ന കേസുകളിൽ ഇപ്പൊ 4 വർഷമായി കുട്ടികളില്ലാതിരുന്ന ആളുകൾ ഇതേ കോമ്പിനേഷൻ എടുത്തതിന് ശേഷം അവർക്ക് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. അത് 10ഉം 20ഉം വർഷങ്ങൾക്ക് ശേഷമുള്ള ആളുകൾക്ക് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ തന്നെ ഒരു ഫ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആലപ്പുഴയിൽ ഹെഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ വൈഫ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ. അപ്പൊ അദ്ദേഹത്തിന് വർഷങ്ങളായിട്ട് അലർജി പ്രോബ്ലം ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിന് ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറാൻ കഴിയില്ല, പെർഫ്യൂംസ് ഉപയോഗിക്കാൻ കഴിയില്ല, രാവിലെ കുളി കഴിഞ്ഞ് ഫാനിന്റെ അടിയിൽ വന്ന് നിൽക്കാൻ സാധിക്കില്ല, എ സി ഉള്ള കാറിൽ കയറാൻ സാധിക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു സുഹൃത്ത്. അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ ഈ ഒരു കോമ്പിനേഷൻ ഇഞ്ചൻ അതുപോലെ തന്നെ ഹീമോപ്ലസ് കരിഞ്ജീരകം എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ഉപയോഗിച്ചതിന് ശേഷം പൂർണ്ണമായും പിന്നീട് അദ്ദേഹത്തിന് ആ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. അപ്പൊ വർഷങ്ങളായിട്ട് ഒരു 10-25 വർഷമായി ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് റിസൾട്ടുകൾ നമ്മുടെ ഈ സപ്ലിമെന്റ് വഴി വർഷങ്ങളായി അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും തിരിച്ചു വരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇനി ഒരു പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾ സ്കൂളിൽ നിന്നും ഓരോ അസുഖങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇമ്മ്യൂൺ ജെൻ ഒരു നാച്ചുറൽ പ്ലാന്റ് ബേസ്ഡ് ഇമ്മ്യൂൺ ബൂസ്റ്റർ ആണ്. ഇനി ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓട്ടിസം പോലുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് നമ്മുടെ ആയുർമൗതും ഇമ്മ്യൂൺജെന്നും അതുപോലെ തന്നെ ബ്രഹ്മിവിറ്റയും ന്യൂട്രിവിറ്റയൊക്കെ കോമ്പിനേഷൻ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വലിയ മാറ്റം ഉണ്ടാവും. കാരണം അവരുടെ നെർവസ് സിസ്റ്റവും അതുപോലെ തന്നെ അവരുടെ ബ്രെയിൻ സിസ്റ്റത്തിലൊക്കെ ഒരുപാട് ഫങ്ഷനുകൾ ഗ്രോത്ത് ഉണ്ടാവും. എന്തായാലും അവർ പൂർണ്ണമായും റിക്കവർ ആകും എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. എന്നാൽ പോലും ഇപ്പൊ ഒരു ചില കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വൈൽഡ് ആകുന്ന അവസ്ഥയൊക്കെയുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു കോമ്പിനേഷൻ വളരെ ഫലപ്രദമായിരിക്കും. അപ്പോൾ ആയുർ ഇമ്മ്യൂൺജൻ, ആയുർ മൗദ്, ബ്രഹ്മിവിറ്റ അതുപോലെ തന്നെ ഹീമോപ്ലസ് അങ്ങനെ ഒരു കോമ്പിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല ഗുണമുണ്ടാവും. സോ ഇതിന്റെ ഉപയോഗം കൂടി പറയാം. എത്രണ്ണമാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. ഇതിന്റെ കോമ്പിനേഷൻ ഉപയോഗിക്കേണ്ട പ്രൊഡക്റ്റുകൾ ആ പ്രൊഡക്റ്റുകൾ പറയുന്ന ദിവസം അതിന്റെ അളവും കാര്യങ്ങളൊക്കെ പറയും. ഒരു പിൽസ് ആണ് നമ്മൾ രാവിലെ ഭക്ഷണത്തിന് ശേഷം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഉപയോഗിക്കുന്നത്. രാത്രി ഡിന്നറിന് ശേഷം ഓരോ പിൽസ് ഉപയോഗിക്കും. ഒന്നില്ലെങ്കിൽ തിളപ്പിച്ചാറിയ ലുക്കിംഗ് വാം വാട്ടറിലോ അതല്ലെങ്കിൽ തിളപ്പിച്ചാറിയ പാലിലോ ഒരു ഇളം ചൂടോട് കൂടിയിട്ടുള്ള പാലിലോ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കേണ്ടത്. ഇനി ഒരു 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. 5 വയസ്സിനും 10 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇത് ക്യാപ്സൂൾ ഫോമിലാണുള്ളത്. ഒരു കാരണവശാലും അവർക്ക് ക്യാപ്സൂൾ ആയിട്ട് കൊടുക്കാനും പാടില്ല. അപ്പൊ ഒരു പ്രായപൂർത്തിയായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം രാവിലെയും വൈകിട്ടും ഓരോന്ന് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഒരു 10 വയസ്സ് ആ റേഞ്ചിലൊക്കെ ഉള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു ക്യാപ്സൂളെ കൊടുക്കാൻ പാടുള്ളൂ. അതും ക്യാപ്സൂൾ ആയിട്ട് ഇവർക്ക് കൊടുക്കാൻ പാടില്ല. ആ ക്യാപ്സൂൾ പൊട്ടിച്ച് അതിന്റെ പൗഡർ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് അവർക്ക് കൊടുക്കേണ്ടത്. ക്യാപ്സൂൾ കുട്ടികൾക്ക് കൊടുക്കരുത്. കാരണം കൊടുത്തത് കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ പോലും ഒരു പരിധി വരെ ഇപ്പൊ വലിയ ആളുകളാണെങ്കിൽ പോലും ക്യാപ്സൂള് കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് തൊണ്ടയിൽ നിന്ന് ഇറങ്ങി പോകണമെന്നൊന്നും നിർബന്ധമില്ല. അത് ചിലപ്പോൾ അവിടെ തടഞ്ഞിരിക്കാം. അപ്പൊ ഒരു കാരണവശാലും ഒരു 10 വയസ്സിന് താഴേക്കുള്ള കുട്ടികൾക്ക് ക്യാപ്സൂൾ അഴിച്ചതിന് ശേഷം അതിന്റെ പൗഡർ മാത്രം കൊടുക്കുക. കുട്ടികളുടെ കേസിലാണെങ്കിൽ അങ്ങനെ ശ്രദ്ധിക്കുക. ദെൻ മുതിർന്ന ആൾക്കാരാണെങ്കിൽ അത് നോർമലി വെള്ളം അതല്ലെങ്കിൽ എന്ത് മീഡിയത്തിലാണ് അത് കഴിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആ മീഡിയത്തിനോടൊപ്പം അത് കഴിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട്. കാരണം അതിന്റെ ക്യാപ്സൂളൊക്കെ പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന ടൈപ്പാണ്. ഒരു നിസ്സാര സമയം കൊണ്ട് തന്നെ അത് അലിഞ്ഞ് ഡൈജഷൻ ആവുന്ന രൂപത്തിലുള്ള ക്യാപ്സൂളുകളാണ്. അപ്പോൾ യൂസേജ് നമുക്ക് മനസ്സിലായി, ഇതിന്റെ ഇൻഗ്രീഡിയൻസ് മനസ്സിലായി, അതുപോലെ തന്നെ ഇതിന്റെ കോമ്പിനേഷൻസ് മനസ്സിലായി. സോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പോൾ ഇത്തരം രീതിയിലേക്ക് ഇതിന്റെ ഉപയോഗം കറക്റ്റ് ചെയ്യുക.
ഇനി വീട്ടിൽ ഇമ്മ്യൂൺ ജെൻ എടുത്തു വെച്ചിട്ടുണ്ട്, എന്താണെന്ന് അറിയാതിരിക്കുന്ന ആളുകളാണെങ്കിൽ ഇന്നിപ്പോ അവർക്ക് അതിന്റെ ഗുണം കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എനിവേ, ഇനിയും കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു ഉൽപ്പന്നം എത്തിക്കാൻ ഉള്ള അറിവ് ഇന്നത്തെ ദിവസം കിട്ടിയെന്ന വിശ്വാസത്തിൽ ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. ഒരുപാട് സംശയങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ള ഉത്തരം നിങ്ങളുമായിട്ട് ഇൻവൈറ്റ് ചെയ്ത വ്യക്തികളായിട്ട് നിങ്ങൾ വാട്സപ്പിൽ കൂടി കണക്ട് ചെയ്യുക. അതിനുള്ള വ്യക്തമായിട്ടുള്ള ഇവിടെ നമ്മൾ ഇൻജനെ കുറിച്ചുള്ള അതിനുള്ള കോമ്പിനേഷൻ പ്രൊഡക്റ്റുകളാണ് സാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തത്. എന്തായാലും താങ്ക് യു സിദ്ദിഖ് സാർ. ഒരുപാട് നന്ദിയുണ്ട്. അപ്പോ നാളെയും ഈ നെക്സ്റ്റ് ഒരു പ്രൊഡക്റ്റ് ആയിട്ടുള്ള പ്രോഗ്രാമിൽ നമുക്ക് എല്ലാവർക്കും മീറ്റ് ചെയ്യാം. താങ്ക് യു. നാളെ നമുക്ക് ന്യൂട്രീൻ വിറ്റയെ കുറിച്ചുള്ള പ്രോഗ്രാം ആയിരിക്കും. ന്യൂട്രീൻ വിറ്റ ആയിരിക്കും. ഓക്കെ താങ്ക് യു. Okay, thank you all. Thank you. Good night.